സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നും ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഷൈനിന്റെ മൊഴി വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. ഹോട്ടലിൽ കണ്ടവരുടെ പട്ടിക വിശദമായി പരിശോധിക്കുന്ന പോലീസ് ഷൈനിനെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, സിനിമാ സെറ്റുകളിലടക്കം ലഹരിയുടെ ഉപയോഗം വ്യാപകം എന്ന് വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. സിനിമാ സംഘടനകൾ തന്നെയാണത് പരസ്യമായി പറഞ്ഞത്. വേണ്ടി വന്നാൽ പേരുകളടക്കം പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഷൈനിന്റെ മൊഴിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നോ രണ്ടോ ആളുകൾ അല്ല, സിനിമയിൽ വ്യാപകമായി ഈ ലഹരി ഉപയോഗം തുടരുകയാണ് എന്നല്ലേ? അങ്ങനെ തന്നെ കണക്കാക്കാം. ഷൈന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. ഇതിൽ ഇന്നലെ തന്നെ ഷൈൻ ടോം ചാക്കോ താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന കുറ്റസമ്മതം പോലീസിനോട് നടത്തിയിട്ടുണ്ട്. തനിക്ക് ഈ ലഹരി എത്തിക്കുന്നത് സിനിമയിലെ അസിസ്റ്റന്റുമാരാണ്. അത് ആരൊക്കെയാണെന്ന് പോലീസ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവർക്ക് പണം നൽകുമ്പോൾ ലഹരി എത്തും. ഇപ്പോൾ പക്ഷേ കുറച്ചു നാളുകളായി സിനിമാ സെറ്റുകളിലൊക്കെ വലിയ പരിശോധനയുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട്. ലഹരി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നുകൂടി ഷൈൻ പറയുന്നുണ്ട്. ഏതായാലും സംസ്ഥാനമുടനീളം ലഹരിക്കെതിരെ വലിയ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ളവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവരെയൊക്കെ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്നതിന്റെ ഒരു ശുഭ സൂചനയായി തന്നെ നമുക്ക് ഈ ഷൈന്റെ ഈ ഒരു മൊഴിയെ കണക്കാക്കാം. കുറച്ചുകൂടി നമ്മൾ ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലഹരിയുടെ വലകളെ അത് അറുത്തുമാറ്റാമെന്ന ഉറച്ച വിശ്വാസം കൂടിയാണ് ഷൈന്റെ മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി എന്തായാലും ഷൈൻ പോലീസിനോട് പറഞ്ഞത് പ്രകാരം തനിക്ക് സിനിമയിൽ നിന്ന് തന്നെയാണ്, ഈ സിനിമയിൽ നിന്നും ലഹരികൾ ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് അസിസ്റ്റന്റുമാരാണ് ലഹരി നൽകുന്നത്. ഇവർക്ക് പണം നൽകും. താൻ മാത്രമല്ല, താനും മറ്റൊരു നടനുമാണ് ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടുന്നത്. പക്ഷേ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ പേരുകളൊന്നും പുറത്തു വരുന്നില്ല. തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുണ്ട്. തന്റെ സ്വകാര്യ ജീവിതത്തിലടക്കം മാധ്യമങ്ങൾ നുഴഞ്ഞു കയറി തന്റെ സ്വകാര്യ ജീവിതത്തെ പോലും ഹനിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തനിക്കെതിരെ പടച്ചുവിടുന്നു എന്നൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു വെളിപ്പെടുത്തൽ, ഷൈൻ ടോം ചാക്കോ നടത്തിയ വെളിപ്പെടുത്തലിൽ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ സിനിമാ നടന്മാർ ഇത് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് ആരാണെന്ന കാര്യം കൂടി ഷൈന് പുറത്തു പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൂടുതൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെയൊക്കെ കൂടുതൽ ശക്തമായി നിരീക്ഷിക്കുവാനും പോലീസ് തയ്യാറെടുക്കേണ്ടി വരും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഷൈന്റെ മൊഴിയോടുകൂടി അന്വേഷണം നീങ്ങുന്നത്. ഷൈന്റെ 2 അക്കൌണ്ടുകളാണ് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ഇതുവഴിയാണ് ഈ ലഹരി ഇടപാടുകൾ കൂടുതലായി, സാമ്പത്തിക ഇടപാടുകൾ, ലഹരിക്കായുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടുതലായി നടത്തുന്നതെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. ഇതിൽ അന്ന് ഈ ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ പിടികൂടുമ്പോൾ പോലീസ് അവിടെ എത്തിയത് മറ്റൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു. സജീർ എന്ന ഒരു കൊച്ചിയിലെ തന്നെ ലഹരി ഇടപാടുകൾ നടത്തുന്ന പ്രധാന കണ്ണികളിൽ ഒരാളായിട്ടുള്ള സജീറിനെ തേടിയായിരുന്നു അന്വേഷണ സംഘം ഈ ഹോട്ടലിലെത്തിയത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ഷൈനാണ്. പിന്നീടാണ് ഷൈനെ ചോദ്യം ചെയ്ത് വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് പോലീസ് കടന്നത്. ഈ സജീറിനെ പ്രതി ചേർക്കും. സജീറിനെ ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്തും. നിരവധി ഈ ലഹരി കേസുകൾ ഉള്ളൊരു വ്യക്തി കൂടിയാണ് സജീർ. സജീറുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം, അതായത് ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ദിവസം മാത്രമായി 20,000 രൂപയാണ് ഷൈൻ സജീറിന് നൽകിയത്. അത് ലഹരിക്കായാണ് നൽകിയതെന്നും പോലീസിനോട് ഷൈൻ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സജീറിനെ കൂടി പിടികൂടണം. മറ്റാർക്കൊക്കെ സിനിമാ മേഖലയിൽ ആർക്കെങ്കിലും ലഹരി എത്തിച്ച് നൽകുന്നുണ്ടോ, ആരൊക്കെയാണ് സജീറുമായി പ്രധാനമായ ലഹരി ഇടപാടുകൾ നടത്തുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ സജീറിനെ കൂടി പിടികൂടേണ്ട ആവശ്യമുണ്ട്. ഒപ്പം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ യുവതി തസ്ലീമയുമായി തനിക്ക് അറിയാം. അവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അവരുമായി ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് കൂടി ഷൈൻ ടോം ചാക്കോ മൊഴി നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ അന്വേഷണത്തോടുകൂടി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയതിന്റെ കാരണം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഈ മൊഴി, ഇന്നലെ നൽകിയ മൊഴി വിശദമായി പഠിക്കണം.
അതിനുശേഷം വീണ്ടും നാളത്തെ ചോദ്യം ചെയ്യലിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ഷൈനിൽ നിന്നും തേടേണ്ടതുണ്ട്. ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ലഹരിക്കായി സാമ്പത്തിക ഇടപാട്, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ മാത്രമാണ്. പക്ഷേ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. മറ്റാരൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് അതൊക്കെ കണ്ടെത്തണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഷൈൻ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് തെളിവ് വേണം. നവമി, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഷൈനിന്റെ മൊഴി പ്രകാരം പറയുന്നത് സിനിമാ മേഖലയിലെ പലരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അറിയപ്പെടുന്ന നടന്മാർ അടക്കം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ താനും മറ്റൊരാളും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ശ്രീനാഥ് ഭാസി ആയിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ശ്രീനാഥ് ഭാസിക്ക് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഈ പിടിക്കപ്പെട്ട ഒരാളിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിക്ക് വേണ്ടി അടക്കം ലഹരി എത്തിച്ചു നൽകുന്നുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ ചിത്രീകരണം നടക്കുന്ന ഒരു സിനിമയുടെ നിർമ്മാതാവ് സെറ്റിൽ വെച്ച് ലഹരി ആവശ്യപ്പെട്ടു. പുലർച്ചെ 3 മണിക്ക് ശ്രീനാഥ് ഭാസി ലഹരി ആവശ്യപ്പെടുന്നു. അത് നൽകാത്തതിനെ തുടർന്ന് 50 ദിവസത്തോളം മാറി നിന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോഴും ഷൈൻ പറയുന്ന മറ്റു പ്രതികരണങ്ങൾ വളരെ പ്രസക്തമാണല്ലോ. കാരണം ടിനി ടോമിനെ പോലെ ഒരു നടൻ ആണ് ഒരു പ്രധാനപ്പെട്ട വേദിയിൽ പറഞ്ഞത് തൻ്റെ മക്കളെ സിനിമാ മേഖലയിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് കാരണം വലിയ ലഹരി ഉപയോഗമാണ്. പല്ല് ദ്രവിച്ചു പോയൊരു നടനെ തനിക്കറിയാം ലഹരി ഉപയോഗത്തെ തുടർന്ന് എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് അതിൽ കാര്യമായ പ്രതികരണങ്ങളോ അന്വേഷണങ്ങളോ ഉണ്ടായിട്ടില്ല. നിർമ്മാതാക്കളുടെ സംഘടന വാർത്താ സമ്മേളനം നടത്തിയാണ് പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്നവരുടെ പട്ടിക തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന്. അത് വേണ്ടി വന്നാൽ പോലീസിന് കൈമാറുമെന്നൊക്കെ അന്ന് പറഞ്ഞതാണെങ്കിലും അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഷൈൻ തീർച്ചയായും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. അത് ഉപയോഗിച്ചു എന്ന് സമ്മതിക്കുമ്പോൾ അതിന് കർശനമായ നടപടി വേണം. ഒപ്പം ഷൈൻ പറയുന്ന മറ്റു വാക്കുകളും പ്രസക്തമായി തന്നെ കണ്ടുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകേണ്ടതല്ലേ? അഭിലാഷ്, നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വലിയ വിപത്തുകളിലൊന്ന് ലഹരിയാണ്. നമ്മുടെ കുട്ടികളും വിദ്യാർത്ഥികളും ഈ യുവാക്കളും ഒക്കെ വലിയ രീതിയിൽ ലഹരികൾക്ക് അടിമയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത് നടന്ന കൊലപാതകങ്ങളിലെല്ലാം ലഹരിയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ ലഹരിക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം എന്നുള്ളൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി മാധ്യമങ്ങൾ നമ്മളടക്കം വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചതാണ്. ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം പല ആവർത്തി നമ്മൾ നൽകുന്നതാണ്. അതിന്റെ ഭാഗമായി സിനിമാ മേഖലയിലുള്ളവരുമൊക്കെ സജീവമായി തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒപ്പം തന്നെയുണ്ട്. സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ അത് സിനിമാ മേഖലയിലുള്ളവർ ലഹരിക്ക് അടിമകളാകും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ കുറച്ചുകൂടി വാർത്താ പ്രാധാന്യമേറും. നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന അത് സിനിമാ മേഖലയിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ളവരും ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒപ്പമുണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സിനിമ അത് ഏത് നടനോ ആയിക്കോട്ടെ ലഹരി ഉപയോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കും. അത് ഷൈൻ ടോം ചാക്കോ ആയിക്കോട്ടെ മറ്റേത് നടനായിക്കോട്ടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സിനിമാ മേഖലയിലുള്ള സംഘടനകളെല്ലാം ഒറ്റക്കെട്ടാണ്. അവർ മുന്നോട്ട് തന്നെ പോകും എന്ന് നേരത്തെ വ്യക്തമാക്കി. എന്തായാലും പോലീസിന് ഷൈൻ ഇത്തരത്തിലൊരു മൊഴി നൽകിയ സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണവും ഇനി നിർണായകമാണ്. മറ്റ് ഏതൊക്കെ നടന്മാരെയാണ് ഈ ലഹരി ഉപയോഗം ഉണ്ടെന്ന് ഷൈൻ പറയുന്നതെന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ ഒരു ഷൈൻ പറയുന്നതിനപ്പുറത്തേക്ക് പോലീസിനെ സംബന്ധിച്ച് ഈ കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ്. ഈ കൊക്കെയിൻ കേസിലടക്കം ഷൈൻ ടോം ചാക്കോയെ കുറ്റമുക്തനാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം തെളിവുകളുടെ അഭാവം തന്നെയാണ്. ഇനിയും ആ രീതിയിലേക്ക് പോകാതെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകുവാനാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ സിനിമാ മേഖലയിലുള്ളവരുടെ സഹകരണവും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സൈസ് സംഘവും ഒരു നിരീക്ഷണം ഈ സിനിമാ സെറ്റുകളിലൊക്കെ ഇതിനോടകം തന്നെ നവമിയിലേക്ക് തിരികെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട്. രാഹുൽ ഈശ്വർ, ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിൽ വ്യാപകമാണ് ലഹരി ഉപയോഗം എന്നാണ് വ്യക്തമാകുന്നത്. പല പ്രമുഖരായ ആളുകളും അറിയപ്പെടുന്ന താരങ്ങളടക്കം ലഹരി ഉപയോഗിക്കുന്നു. എന്നാൽ പഴി തനിക്കും മറ്റൊരാൾക്കും മാത്രം എന്ന് ഷൈൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ പുതുമയുള്ള ഒന്നായി വിലയിരുത്തപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോഴും ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു ചെല്ലാനോ കൃത്യമായി മോണിറ്റർ ചെയ്യാനോ തയ്യാറാകുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൃത്യമായി മോണിറ്ററിംഗ് വേണം, അതിന് സംശയമൊന്നുമില്ല. കേരളത്തിലാണ് ഈ